ആ ഷാള് തരുന്നുണ്ട് ഈ എവിടേക്ക് ഒരുക്കി കെട്ടിയാണ്ട് ആരെ കാണിക്കാനത്? ഏത് നേരത്തും മരത്തും ഇങ്ങനെ വന്നിരുന്നുള്ളൂ. ഇവിടെ എന്താ കാത്ത് പണിയുണ്ട്? ഈ പണി കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ഭാഗത്തിരുന്നാൽ പോലെ, പുറത്തൊന്നും ഇരിക്കേണ്ട ആവശ്യം എന്താ? അതിനാണെങ്കിൽ കുറെ എണ്ണം മരത്ത് കൂടെ ആണ്ടുകൊണ്ടും പോകാനുണ്ടാവും, ചെക്കന്മാരായിട്ടും ഓലെ കണ്ടിരിക്കല്ലേ പരിപാടി. ഞാനിവിടെ അകത്ത് തന്നെയാണ് പണി ചെയ്യുന്നത്. ആ അത് ചെന്നിരിക്കാറില്ല. എന്നിരിക്കാറില്ല എന്നെ കൂടെ പറയിപ്പിക്കണ്ടേ. പണി സെറ്റ് ചെന്ന ഒരു സമാധാനം ഉണ്ടാവില്ല. ഇത് എന്തിനാ ഞാനിത് പറയണത്? ഓരോരോ കാട്ടിക്കൂട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടല്ലോ. എന്തേ? മൂത്താപ്പാന്റെ മോളെ കല്യാണം. അതിന് എല്ലാവരും ഡ്രസ് കോഡാ? എന്ത് ഡ്രസ് കോഡ്? 3000 രൂപ തരും. അവിടെ അണിഞ്ഞൊരു നിൽക്കാനല്ലേ? ഇജ്ജ് ഇവിടെ ഉള്ള കണ്ടിട്ട് പോയാൽ മതി. അല്ലാതെ വേറെ ഇനി അതിനായിട്ട് പ്രത്യേകിച്ച് അണിഞ്ഞൊരുക്കൊന്നും വേണ്ടല്ലോ. അവിടെ കാണിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ പഴയ ആൾക്കാരുണ്ടാവും, കാമുകന്മാരായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഓലെ കാണിക്കാനല്ലേ? അത് നടക്കൂല. മൂത്താപ്പാന്റെ കല്യാണത്തിന് അന്നോ ആ സമയത്തേക്കാണ് പോയാൽ മതി. അന്ന് ഞാൻ പോരും, അതിനൊപ്പം പോരുക. അല്ലാതെ 4 ദിവസം മുന്നേ പോകും വേണ്ട, ഡ്രസ് കോഡും വേണ്ട, അങ്ങനെ ഒരു പരിപാടിയില്ല. അതിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മതി. അല്ലെങ്കിൽ കല്യാണത്തിനെ പോരണ്ട ഇവിടെ നിന്ന്. അല്ലാത്ത ഡ്രസ് കോഡ് എന്ത് ഡ്രസ് കോഡ് ആർക്ക് വേണ്ട? ഓലൊക്കെ പൈസ ഉള്ളവരേക്കാരം, ഓലൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരാ. ഓലക്ക് ഓലെ ഭർത്താക്കന്മാർ സമാധാനം ഉണ്ടാവും. എന്നെ പോലെ അല്ല ഓലെ പെരുമാറ്റം. മനസ്സിലാവണ്ട? ഈ അങ്ങനെയല്ല. ഇനിയിപ്പോ ഞാൻ ഒരു കണ്ണട തെറ്റിക്കഴിഞ്ഞാൽ കല്യാണത്തിനൊക്കെ 4 നാവേക്കാരം അവിടെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ല. ഇനി അതല്ലെങ്കിൽ ഫർദട്ടാണ് പോയാൽ മതി. വേറെ പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും കിട്ടൂല, അത് നടക്കൂല, ഞാൻ വാങ്ങി തരൂല്ല. ഇനി വേറെ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ആ അത് മതിപ്പാ. അത് മൂത്താപ്പാടത്തെ കല്യാണത്തിന് ഡ്രസ് എടുക്കാനേ. ആ അത് മതി. ആരോടേക്ക് ഫോൺ ചെയ്യണ്? അതിന്റെ ഉപ്പയാണ്. അത് നോക്കട്ടെ. എന്തിനാ പപ്പാക്ക് ഫോൺ ചെയ്ത്? നിങ്ങളല്ലേ പൈസ ഇല്ലാന്ന് പറഞ്ഞു. അതിന് ഞാൻ എന്റെ ഉപ്പാട് ചോദിച്ചതാണ്. അത് ശരി. അല്ലെങ്കിൽ തന്നെ എന്റെ ഉപ്പാക്ക് എന്റെ കുടുംബക്കാർക്ക് എന്നെ കണ്ടുകൂടാ. ഇപ്പൊ ഇനി പൈസ ഇല്ലാത്തവനോ ആക്കില്ലേ? അങ്ങനെയല്ല. പിന്നെ എങ്ങനെയല്ലാന്ന് ഉപ്പാണിച്ചിട്ട്? അല്ലെങ്കിൽ എനിക്ക് ആ ചെങ്ങായിക്കാണെങ്കിലോ ഞാൻ കറുത്തെന്നുള്ള വലിയ പേര്, എന്നാ പിന്നെ കറുത്തോന്ന് കെട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ വലിയ ആളാണെന്നുണ്ടെങ്കിൽ പേരക്കാരോട് പൈസ ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എന്ത് കാര്യത്തിന് പൈസ ചോദിച്ചിട്ടുണ്ട്? എന്തിനാ പൈസ ചോദിച്ചിട്ടുണ്ട്? ആ കല്യാണത്തിന് പോവാൻ മൂത്താപ്പാന്റെ അടുക്ക്. അത് ശരി. ഇനിയിപ്പോ ഞാനും ഈ കൂടി കല്യാണത്തിനാണ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്റെ കുടുംബക്കാർ ഉണ്ടാവല്ലോ കുറച്ചെണ്ണം, പോലെ ഇറച്ചുണ്ടാവും. പൈസ ഇല്ലാഞ്ഞിട്ട് ഉപ്പടുത്ത് പൈസ അയച്ചു തന്നിട്ട് ഞാൻ എന്റെ കല്യാണത്തിന് കൊണ്ടുപോയിരുന്നുണ്ട്. പിന്നെ എങ്ങനെ പറയണം ഞാനിത്? എന്താണ് പൈസ അയച്ചിട്ടുണ്ട്? തന്റെ കാക്കയാണല്ലോ. അത് ഞാൻ ഉപ്പാട് ചോദിക്കണേറ്റ് മുന്നേ ഇക്കാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനല്ലേ? അപ്പൊ ഞാൻ കുടുംബക്കാരൻ ബാക്കി എല്ലാവരോടും ചോദിച്ചില്ലേ? ഇല്ലേ? ഇന്ന നാണം കെടുത്ത എന്റെ ആവശ്യം അല്ലേ? അതല്ല എന്റെ ആവശ്യം. ഇതൊരു കല്യാണത്തിന് പോണില്ല, ഒരു ഇളക്കും പോണി ചോദിച്ചപ്പെടുന്നത് കേട്ടാ. ഇവിടുന്ന് ഇന്നല്ല ഒരു മനുഷ്യനോട് കല്യാണത്തിന് പോണില്ല, ആളെ കളിയാക്കാനായിട്ട്. എന്താ ഞക്ക് നിന്റെ അടുത്ത് പൈസ ഇല്ലാത്ത ആരെ പെരക്കാർ പൈസ വെച്ചിട്ട് അവിടെ നീതാനല്ലേ? അവിടെ അങ്ങനെ ആൾക്കാരുടെ കൂടെ ഇല്ലേ? അന്റെ ഉപ്പയ്ക്കണിച്ചിട്ട് അതിൽ ഇന്നെ കളിയാക്കി തന്റെ പരിപാടി ആര് കൊടുക്കും? ആരോട് വെച്ചിട്ട് അന്റെ പാരോട് പൈസ വെച്ച്? നിന്നോട് വാക്ക് ചോദിച്ചോ? നിനക്ക് വില ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലാന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ എനിക്കറിയാം കേട്ടാ. എന്ത് കാര്യത്തിന് പൈസ വെച്ച് വല്ല കടം വീട്ടാനോ തിന്നാനോ കുടിക്കാനോ വിചാരിട്ടില്ലല്ലോ. അവർക്ക് കല്യാണത്തിന് പുതിയ ഡ്രസ് ഇട്ട് ആളാവാൻ വേണ്ടിട്ട് അല്ലേ? എന്താ എന്റെ ആൾക്കാരുണ്ടാവും അവളെ കാണിക്കാൻ വേണ്ടിട്ട്? ആരും പറയില്ല. എന്റെ കാമുകന്മാരുണ്ടാവൂലെ ഓളെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അല്ലേ? മനുഷ്യ മര്യാദക്ക് നോളോട്ടാ. അങ്ങനെ ഒരു സംശയരോഗിയായ ഒരു ഭർത്താവ് ഇക്കൊന്നും വയ്യ അവിടെ നിക്കാനേ. ഞാൻ എന്റെ കാര്യം നോക്കി പോവുക. അതന്നെയാണ് എന്റെ ആവശ്യം. എനിക്കതറിയാം. ഇന്നെ ഒഴിവാക്കണക്ക്. എന്നിട്ട് ഇന്നെ ഒഴിവാക്കിയാൽ ഇപ്പൊ കല്യാണത്തിന് പോയി കഴിഞ്ഞാല് അവിടെ കാമുകന്മാരുടെ ഇടയിൽ ഇതാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയുള്ള പോക്കല്ലേ ഇത്. ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാട്ടാ. ഇതിനുള്ള തീരുമാനം ഞാൻ ഉണ്ടാക്കി തരാട്ടണക്ക്.